ഹായ് ഓൾ. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് ഹിന്ദിയിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ചല എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം ആക്ടിവിറ്റീസ് നോക്കാം അല്ലേ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉസ് രാത് ദോനോക്കോ നീന്ത് ന ആയി ക്യോ. അപ്പോൾ അമ്മ സ്കൂട്ടിയും വാങ്ങി, ടുക്കുവിന് സൈക്കിളും വാങ്ങി. ഓക്കെ, അന്ന് രാത്രി രണ്ടാർക്കും എന്ത് ചെയ്തില്ല, ഉറക്കം വന്നില്ല. എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ക്യോങ്കി ടുക്കു ഓർ അമ്മ ദോനോ ബഹുത് ഉത്സാഹിത് ഥേ. അതായത് രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ളൊരു एक्साइटमेंटिलाയിരുന്നു അല്ലേ. उन्होंने नई साइकिल और स्कूटी खरीदी थी और अगले दिन चलाना सीखने का जोश था. അതായത് അപ്പോൾ രണ്ടാളും സൈക്കിളും സ്കൂട്ടിയൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ട്. തലേന്ന് വൈകുന്നേരം പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്യണം, ഇത് രണ്ടും പഠിക്കാനായിട്ട് പോകണം. അതിൻ്റെ ഒരു ആ ഒരു താല്പര്യത്തിലാണ് രണ്ടാളും കിടക്കുന്നത്. ഇസി ഉത്സാഹ് ഓർ ഉത്സുകത കെ കാരണം ദോനോക്കോ നീന്ത് നഹി ആയി. അതിപ്പോൾ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണമാണ് രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഉറങ്ങാനായിട്ട് പറ്റാഞ്ഞത്. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്യാദ ദൂർ മത് ജാന അമ്മാനെ ടുക്കുക്കോ സംജായ. അധികം ദൂരെ പോകരുത് എന്ന് അമ്മ ടുക്കുവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അബി സ്യാദ ദൂർ മത് ജാന ടുക്കുവിനെ അമ്മാക്കോ സംജായ. അപ്പോൾ ടുക്കു തിരിച്ചെന്താ പറയുന്നത്, അമ്മയും ദൂരെ എവിടെയും പോകരുതെന്ന് ടുക്കു അമ്മയ്ക്കും പറഞ്ഞു കൊടുത്തു. യഹാ ദോനോ കാ കോൺ സാ മനോഭാവ് പ്രകട ഹോത്താ ഹൈ. അപ്പോൾ ഇവിടെ ഇവർ ഈ പറയുന്നതിൽ നിന്ന് അവരുടെ എന്ത് മനോഭാവമാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. യഹാ ദോനോ കെ ബീച്ച് പ്യാർ ഓർ एक दूसरे की चिंता का भाव प्रकट होता है. അതായത് രണ്ടുപേർക്കിടയിലുള്ള സ്നേഹവും അവർ രണ്ടുപേരും പരസ്പരം കാണിക്കുന്ന ആ ഒരു കെയർ അല്ലേ, ഒരു സ്നേഹവുമാണ് കാണുന്നത്. അമ്മ ടുക്കു की सुरक्षा की चिंता कर रही थी और टुक्कू भी अम्मा के प्रति वही स्नेह और ध्यान दिखा रहा था. അതായത് അമ്മ ടുക്കുവിനുള്ള സ്നേഹവും അതേപോലെ സംരക്ഷണവുമാണ്, ദൂരെയൊന്നും പോകരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ പ്രകടമാവുന്നത്. അതേപോലെ തിരിച്ച് അമ്മയോടുള്ള സ്നേഹവും അമ്മയോടുള്ള സുരക്ഷയും അല്ലെങ്കിൽ അമ്മയുടെ ശ്രദ്ധയുമാണ് ടുക്കു ആ പറയുന്ന വാക്കിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിർജായി തോ ക്യാ മസത്തോ ആയ. അതായത് വീണുപോയെങ്കിൽ വളരെ നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ. ऐसा कोई अनुभव आपको है बताइए. അപ്പോൾ നിങ്ങൾക്കിതുപോലെയുള്ള അനുഭവം ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ പൊതുവിലെ നമ്മളൊക്കെ സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിക്കുമ്പോൾ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു തവണയെങ്കിലും വീണിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഒരിക്കൽ വീണ് കഴിഞ്ഞാലാണ് അത് പഠിക്കാനുള്ള ഒരു താല്പര്യം കൂടുതലുണ്ടാവുക. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. एक बार जब मैं साइकिल चलना सीख रहा था तब मैं कई बार गिरा. അപ്പോൾ ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തവണ വീണിട്ടുണ്ട്. ചോട്ട് ബി ലഗി, മുറിവുകളും പറ്റിയിട്ടുണ്ട്. പർ ജബ് മേ ചലാന സീഖയ തോ ബഹുത് ഖുഷി ഹുയി. അപ്പോൾ അങ്ങനെ വീണിട്ടൊക്കെ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. ഓക്കെ, മുझे भी लगा कि गिरने के बाद भी सीखने का मज़ा कुछ अलग ही होता है. അതായത് വീണ ശേഷമാണ് കുറച്ച് കൂടുതൽ ആ പഠിക്കുന്നതിനോടുള്ള ആത്മാർത്ഥത കൂടുന്നത്, അല്ലെങ്കിൽ ആ ഒരു പഠിക്കാനുള്ള ഉന്മേഷം കൂടുതൽ എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്രമലിഖെ, അതായത് ക്രമപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലൂ കോളത്തിലുള്ള പോയിൻറ്റ്സൊക്കെ ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അതിനെ ഓർഡർ ആക്കിയിട്ട് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അതിൽ ബ്ലൂ കോളത്തിൽ ഒന്നാമതായിട്ട് തന്നിട്ടുള്ളത് അമ്മാനെ സപ്ന ദേഖ വോ ടുക്കു കോ സ്കൂട്ടി പർ ബിഠായി സ്കൂൾ ചോടനെ ജാ രഹി ഹേ. അപ്പോൾ അമ്മ സ്വപ്നം കണ്ടു, ടുക്കുവിനെ പുറകിലിരുത്തിക്കൊണ്ട് അമ്മ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, എൻ്റെ രണ്ടാമത്തെ പോയിൻറ്റ് അമ്മാനെ ടുക്കു കെ ലിയെ സൈക്കിൾ ഓർ അപ്നെ ലിയെ എക്ക് സ്കൂട്ടി ഖരീദ് ലി. അപ്പോൾ അമ്മ ടുക്കുവിന് വേണ്ടി ഒരു സൈക്കിളും സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു സ്കൂട്ടിയും വാങ്ങി. ഓക്കെ, അത് ഒന്നാമത്തേതാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അമ്മ കി കോഹ്നി ഓർ ഗുഡ്നെ ചിൽഗയെ. അപ്പോൾ അമ്മയുടെ കൈമുട്ടും കാൽമുട്ടും ഒക്കെ മുറിഞ്ഞിരുന്നു. ഓക്കെ, അമ്മ ഓർ ടുക്കു ഏക് ദൂസരെ കെ ഗലെ മേ ബാഹെ ഢാൽക്കർ സോ ഗയെ. അപ്പോൾ അമ്മയും ടുക്കും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങി. ഓക്കെ, സൈക്കിൾ ടുക്കു ദോനോ ഗിർപടെ. സൈക്കിളും ടുക്കുവും രണ്ടുപേരും വീണു.
സുബഹ ടുക്കുനെ അപ്നി സൈക്കിൾ നിക്കാലി ഓർ അമ്മാനെ അപ്നി സ്കൂട്ടി. അപ്പോൾ സെക്കൻഡ് പോയിന്റ് ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ്. ഓക്കെ, സുബഹ ടുക്കുനെ അപ്നി സൈക്കിൾ നിക്കാലി ഓർ അമ്മാനെ അപ്നി സ്കൂട്ടി അല്ലേ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിൻ്റായിട്ട് എന്താ വരിക? സൈക്കിൾ ടുക്കു ദോനോ ഗിർ പടേ അല്ലേ, സൈക്കിളും ടുക്കും രണ്ടുപേരും വീണു. അതേപോലെ അടുത്തതായിട്ട് എന്താ വരിക? അമ്മാക്കി കോഹ്നി ഓർ ഗുട്നെ ചീൽ ഗയേ. അപ്പം അമ്മയുടെ കൈമുട്ടും കാൽമുട്ടും എന്തായി? വീണിട്ട് പരിക്ക് പറ്റി അല്ലേ. അപ്പം അടുത്ത പോയിൻ്റ് അതാണ് വരിക. അത് കഴിഞ്ഞിട്ടോ അടുത്ത പോയിൻ്റായിട്ട് വരിക അമ്മ ഓർ ടുക്കു ഏക് ദൂസരേ കെ ഗലേമേ ബാഹേ ഢാൽക്കർ സോ ഗയേ. അപ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങി എന്നുള്ളതാണ് അടുത്തതായിട്ട് വരിക. ഏറ്റവും ലാസ്റ്റത്തെ പോയിൻ്റായിട്ട് എന്താ വരിക? അമ്മാനെ സപ്ന ദേക്കാ വോ ടുക്കു കോ സ്കൂട്ടി പർ ബിട്ടായെ സ്കൂൾ ചോടനെ ജാ രഹി ഹേ. അപ്പോൾ അമ്മ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് സ്വപ്നം കണ്ടത് അല്ലേ. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തേത് ഫസ്റ്റ് പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് സമർത്ഥൻ കരേ സഹി വാക്യ ചുൻകറിലേക്ക്. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ വീതമുള്ള 4 ജോഡികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പെയറുകളിൽ നിന്ന് ശരിയായ ചിത്രത്തിന് ടിക്ക് മാർക്ക് ഇടുക. അതേപോലെ താഴെ തന്നിരിക്കുന്ന ബോക്സിൽ അതിൻ്റെ ശരിയായ വാക്യമെടുത്ത് അവിടെ പൂരിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത് തന്നിരിക്കുന്ന 2 ചിത്രങ്ങൾ നോക്കിക്കേ. അപ്പോൾ ഒന്നാമത്തേതിൽ ഒരാൾ ബൈക്ക് ഹെൽമെറ്റൊക്കെ ധരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആൾ എന്താണ്? ഹെൽമെറ്റ് ഇല്ലാതെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ശരിയായത് ഏതാണ്? ഹെൽമെറ്റ് യൂസ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ നമ്മൾ താഴെ കൊടുക്കേണ്ടത് ബോക്സിനകത്തുള്ളതിൽ ഏതാണ്? സെക്കൻഡാണ്. അതായത് എന്താണ്? ബൈക്ക് ചലാത്തെ സമയ് ഹെൽമെറ്റ് പെഹനെ അല്ലേ. ബൈക്ക് ഓടിക്കുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യുക? ഹെൽമെറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തൊട്ട് താഴെയുള്ള ചിത്രം നോക്കുക. ഒന്നാമത്തെ കാറിലിരിക്കുന്ന ആൾ സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ല. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ശരിയായത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ എഴുതേണ്ടത് എന്താണ്? കാർ ചലാത്തെ സമയ് സീറ്റ് ബെൽറ്റ് പെഹനെ. അപ്പോൾ കാർ ഓടിക്കുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യുക? സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ധരിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. മൂന്നാമത്തെ ചിത്രം നോക്കൂ. ഒന്നാമത്തെ ബൈക്കിൽ 3 ആളുകൾ പോകുന്നുണ്ട്. രണ്ടാമത്തെ ബൈക്കിൽ എത്ര ആൾ പോകുന്നത്? 2 പേരാണ് പോകുന്നത്. സോ സെക്കൻഡ് പിക്ചർ ഈസ് റൈറ്റ്. രണ്ടാമത്തെ ചിത്രമാണ് ശരി. അപ്പോൾ എന്താണ്? പിന്നെ ഏക് ബൈക്ക് മേ ദോഹി സവാർ കരേ. ഒരു ബൈക്കിൽ 2 പേര് മാത്രം യാത്ര ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് പിക്ചർ ഒന്നാമത്തെ ആൾ നന്നായിട്ട് ബൈക്കൊക്കെ ഓടിച്ചു പോകുന്നു. രണ്ടാമത്തെ ആൾ എന്താണ്? ഫോണ് ചെവിയിൽ വെച്ചുകൊണ്ടാണ് ബൈക്ക് ഓടിക്കുന്നത്. സോ ആ ചിത്രത്തിൽ ഫസ്റ്റ് വൺ ആണ് ശരി. എന്താണ്? ഗാഡി ചലാത്തെ സമയ് മൊബൈൽ കാ ഇസ്തമാൽ ന കരേ. ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്ടിരിക്കുക? മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടുക്കുവിൻ്റെ ഡയറി എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ടുക്കുവിൻ്റെ ഡയറി എഴുതാൻ വേണ്ട ഹിൻസ് കുറച്ച് താഴെ കോളത്തിൽ തന്നിട്ടുണ്ട്. സ്കൂട്ടർ ഓർ സൈക്കിൾ ഖരീദിന. അപ്പോൾ എന്താണ്? സ്കൂട്ടറും സൈക്കിളും വാങ്ങിയത് പറയണം. ഓക്കെ, രാത് മേ നീന്ത് നഹി ആന. അപ്പോൾ രാത്രി ഉറക്കം വരാത്ത കാര്യം പറയണം. സുബ സൈക്കിൾ ഓർ സ്കൂട്ടർ നിക്കാലന. അപ്പോൾ രണ്ടുപേരും രാവിലെ സൈക്കിൾ സ്കൂട്ടറൊക്കെ എടുത്ത് പോയത് പറയണം. പിന്നെ ടുക്കു ഓർ അമ്മാക്ക ആപ്പസി പർവാഹ കർണ. രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു സ്നേഹം, അവർ മറ്റുള്ളവരെ പറ്റി, രണ്ടുപേരും അവനവനെ പറ്റി അല്ലാണ്ട് മറ്റാളെ പറ്റിയിട്ടുള്ള ചിന്ത. ഓക്കെ, ദെൻ സ്കൂട്ടർ സേ ഓർ സൈക്കിൾ സേ ഗിർന. സ്കൂട്ടറിൽ നിന്നും സൈക്കിളിൽ നിന്നും വീണത്. ഓക്കെ, ദോനോക്കോ മസാന. രണ്ടുപേർക്കും അതൊരു സന്തോഷമായത്. ആകേക്ക സ്വപ്നതേക്ക. ഇനി മുന്നിലേക്കുള്ള സ്വപ്നം കണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഡയറി എഴുതാൻ. ഓക്കെ, ഇപ്പോൾ ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡേറ്റ്, അതേപോലെ ഡേ. ഓക്കെ, ഡേറ്റ് ഞാൻ അവിടെ എഴുതിയിട്ടില്ല, താരീഖ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഡേറ്റ് എഴുതുക. അതേപോലെ തന്നെ അവിടെ ഡേ ഞാൻ രവിവാർ സൺഡേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡയറി നോക്കാം. आज का दिन मेरे लिए बहुत ഖാസ് രഹ. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ഓക്കെ, കൽ അമ്മാനെ ഏക് നയ സ്കൂട്ടർ ഓർ മേരെ ലിയെ സൈക്കിൾ ഖരീദി. ഇന്നലെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു പുതിയ സ്കൂട്ടറും എനിക്ക് വേണ്ടി ഒരു സൈക്കിളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. मैं इतना खुश था कि रात भर नींद ही नहीं आई. ഇപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവാനായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി എന്ത് ചെയ്യുന്നില്ല? ഉറക്കമേ വന്നില്ല. मन बार बार सोचता रहा कि सुबह जल्दी उठकर സൈക്കിൾ ചലാവുക. അപ്പോൾ എന്താണ്? മനസ്സിലിങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് സൈക്കിൾ ഓടിക്കേണ്ട കാര്യം തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. सुबह होते ही मैं और अम्मा दोनों अपनी अपनी सवारी निकाल
ലായേ അമാനെ സ്കൂട്ടർ ഓർ മേനെ സൈക്കിൾ. അപ്പോൾ രണ്ടുപേരും രാവിലെ ആയപ്പോൾ ഫസ്റ്റ് ചെയ്ത കാര്യം എന്താണ്? അമ്മ സ്കൂട്ടറും എടുത്തു വന്നു, ഞാൻ എന്ത് ചെയ്തു? സൈക്കിളും എടുത്തുകൊണ്ട് വന്നു. ഹം ദോനോ ബഹുത് ഉത്സാഹമേ ഥേ. രണ്ടുപേരും വളരെ എന്താണ് അത് ഓടിക്കാനുള്ള ആ ഒരു ഉന്മേഷത്തിലായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യത്തിലായിരുന്നു. പെഹലെ മേ തോടാ ഡറാ ലേക്കിൻ അമ്മ മുസ്കുറാ രഹി ഥി. അപ്പോൾ എന്താണ്, ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അമ്മ എന്തായിരുന്നു, ചിരിക്കുകയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. തോടി ദേർ ബാദ് മേ സൈക്കിൾ സെ ഗിർ പടാ ഓർ അമ്മ ബി സ്കൂട്ടർ സെ വിസിൽ ഗയി. അപ്പോൾ എന്താണ്, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ, കുറച്ച് നേരം ഓടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ സൈക്കിളിൽ നിന്ന് വീഴുകയും അമ്മ സ്കൂട്ടറിൽ നിന്ന് താഴെ വീഴുകയും ചെയ്തിരുന്നു. ഓക്കെ, ഹമേ തോടി ചോട്ട് ലഗി പർ ഹം ദോനോ ഹസ്നെ ലഗേ. അതായത് എന്താണ്, ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതൊരു എന്താണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നിയില്ല. ഹമേ അപ്നെ അപ്നെ ദർദ് സെ ജ്യാദ ഏക് ദൂസരേക്ക് ചിന്ത ഥി. അതായത് എന്താണ്, രണ്ടുപേർക്കും അവനവനേക്കാളും മറ്റൊരാളെ പറ്റി, അതായത് അമ്മയ്ക്ക് മകനെ പറ്റിയും മകൻ അമ്മയെ പറ്റിയിട്ടുള്ള ചിന്തയായിരുന്നു. ഹമേ ആജ് ബഹുത് മസ ആയ ഓർ അബ് ഹം ദോനോ സോച്ച് രഹേ ഹെ കി ആകെ ചൽക്കർ ലംബി സവാരി പർ ജായെങ്കെ. അതായത് എന്താണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത് നിർത്താനൊന്നും ഇല്ല, തീരുമാനിച്ചിട്ടില്ല. എന്താണ്, വളരെ സന്തോഷമായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി വലിയ ദൂരയാത്രകളിലേക്ക് പോകും. അതായത് വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ദൂരയാത്രകളൊക്കെ പോകാമെന്നുള്ള ചിന്തയിലാണ് ഞങ്ങളുള്ളത്. ഓക്കെ, അത്രയാണ് നമ്മുടെ ഡയറി. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലിഖേ ചിത്ര ക്യാ കഹ് രഹാ ഹേ. അപ്പോൾ ചിത്രം എന്താണ് പറയുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ ബോക്സിനകത്തുള്ള കാര്യങ്ങൾ വായിക്കാം, എന്നിട്ട് അത് ഏത് പിക്ചറിൻ്റെതാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് സ്കൂട്ടർ പെർ ബാറ്റി അമ്മാക്കോ ടുക്കു ടിഫിൻ ബോക്സ് ദേത്താ ഹേ. ഓക്കെ, അപ്പോൾ സ്കൂട്ടറിലിരിക്കുന്ന അമ്മയ്ക്ക് ടുക്കു എന്ത് കൊടുക്കുന്നു? ടിഫിൻ ബോക്സ് കൊടുക്കുന്നു. അപ്പോൾ അത് 4ാമത്തെ പിക്ചറാണ്. ഓക്കെ, അപ്പോൾ 4ാമത്തെ ചിത്രത്തിൻ്റെ അടുത്ത് നമുക്ക് ഇത് സെൻറ്റൻസ് എഴുതണം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത് സൈക്കിൾ പെർ ബൈറ്റേ ടുക്കു കോ അമ്മ ടാറ്റ ദേത്തി ഹേ. അപ്പോൾ എന്താണ്, സൈക്കിളിലിരിക്കുന്ന ടുക്കുവിനെ അമ്മ ടാറ്റ നൽകുന്നു. അത് 3ാമത്തെ പിക്ചറാണ്. ഓക്കെ, ടുക്കു കെ ചാരോ ഓർ ഉസ്കെ ദോസ്ത് ഖഡേ ഹേ. അപ്പോൾ ടുക്കുവിൻ്റെ പുതിയ സൈക്കിൾ കാണാൻ വേണ്ടി ടുക്കുവിൻ്റെ സുഹൃത്തുക്കൾ ടുക്കുവിന് ചുറ്റും കൂടിയിരിക്കുന്നു. അത് 4th പിക്ചറാണ്, 4ാമത്തെ പിക്ചർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കൂൾ കെ സാമനെ അമ്മ ഓർ ടുക്കു സ്കൂട്ടർ പെർ ബൈഠാ ഹേ. അതായത് എന്താണ്, സ്കൂളിനടുത്ത് അമ്മയും ടുക്കു എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂട്ടറിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് 2ാമത്തെ പിക്ചറാണ്. ടുക്കു അമ്മാക്കോ സൈക്കിൾ പെർ ബിഠാക്കർ ജാത്താ ഹേ. അപ്പോൾ അമ്മേനെ സൈക്കിളിൽ ഇരുത്തിക്കൊണ്ട് ടുക്കു പോകുന്നു. അപ്പോൾ അത് 1st പിക്ചറാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് കഹാനിക്കോ ആകെ ബഡായി. അപ്പോൾ ഈ കഥേനെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, കഥയുടെ ബാക്കി എഴുതുക. ഓക്കെ, അമ്മാനെ സപ്ന ദേക്കാ ഓ ടുക്കു കോ സ്കൂട്ടി പെർ ബിഠായി സ്കൂൾ ചോടിനെ ജാ രഹി ഹേ. അപ്പോൾ എന്താണ്, ഇത് കഥയുടെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ അമ്മ സ്വപ്നം കാണുകയാണ്, എന്താണ്, ടുക്കുവിനെ സ്കൂട്ടിയുടെ പുറകിൽ ഇരുത്തിക്കൊണ്ട് സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നത്. उसी वक्त टुक्कू भी एक सपना देख रहा था कि वो अम्मा को साइकिल पर बिठाकर बाजार घूमा रहा है. അതായത് എന്താണ്, അപ്പോൾ ടുക്കു കാണുന്ന സ്വപ്നം എന്താണ്, ടുക്കു അമ്മേനെ സൈക്കിളിൻ്റെ പുറകിലിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ബാസാറിലൊക്കെ, അതായത് ടൗണിൽ സാധനമൊക്കെ മേടിക്കാനായിട്ട് പോകുന്നതായിട്ട്. ഓക്കെ, അപ്പോൾ ഈ കഥയുടെ ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, അഗലെ ദിൻ സുബഹ് टुकू और अम्मा ने साइकिल और स्कूटी चलाने की कोशिश की. അപ്പോൾ എന്താണ്, പിറ്റേന്ന് രാവിലെ വീണ്ടും അവരെന്താ ചെയ്യാണ്, ഇതൊക്കെ പഠിക്കാൻ, സൈക്കിൾ ഓടിക്കാനും സ്കൂട്ടി ഓടിക്കാനും പഠിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഓക്കെ, ദോനോ കൈ ബാർ ഗിർ ഗയേ. അപ്പോൾ രണ്ടുപേരും ഒരുപാട് തവണ വീണുപോയി. ചോട്ട് ബി ലഗി. ഇപ്പോൾ മുറിവും ഉണ്ടായി. ലേക്കിൻ വേ ഹാർ മാനേക്കോ തയ്യാർ നഹീ ഥേ. പക്ഷേ അവർ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. ദോനോ ആത്മവിശ്വാസ് കെ സാത്ത് ആകെ പടേ. അപ്പോൾ ആത്മവിശ്വാസത്തോടെ അവർ മുന്നോട്ടേക്ക് പോയി. ആപ്സി പർവാക്കി. അപ്പോൾ രണ്ടുപേരും ഏക് ദൂസരേക്ക്, അവർ രണ്ടുപേരുടെയും എന്താണ് കാര്യത്തിൽ വിഷമിച്ചു, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയൊക്കെ ചെയ്തു. ഓക്കെ, ബഹുത് ദിനോ ബാദ് അമ്മ ആസാനി സ്കൂട്ടി ചലാനെ ലഗി ഓർ ടുക്കു സൈക്കിൾ. കുറച്ച് ദിവസത്തിന് ശേഷം അമ്മ വളരെ നന്നായിട്ട് സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചു. ടുക്കു എന്താ ഓടിക്കാൻ പഠിച്ചു, സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു. കബി ടുക്കു കോ അമ്മ കെ സാത്ത് സ്കൂട്ടി മേ ഹി സ്കൂൾ ജാനാ പടാ. ചില ദിവസങ്ങളിൽ
ടുക്കുവിന് അമ്മേൻ്റെ കൂടെ എങ്ങോട്ട് പോകേണ്ടി വന്നു? സ്കൂളിലേക്ക്, അമ്മയുടെ സ്കൂളിലേക്ക് പോകേണ്ടി വന്നു. കബി കബി അമ്മ ബി സൈക്കിൾ കെ പീछे बैठकर ടുക്കു കെ സാത്ത് ബാസാർ घूमने गई. അപ്പോൾ ചില സമയത്ത് അമ്മ എന്ത് ചെയ്യും? ടുക്കുവിൻ്റെ പുറകിൽ ഇരുന്നു കൊണ്ട് എന്താണ് ബാസാറൊക്കെ കാണാൻ, അതായത് പുറത്ത് പട്ടണമൊക്കെ കാണാനായിട്ട് പോകും. ഓക്കെ, വേ ദോനോ ബഹുത് ഖുഷ് थे. അപ്പോൾ രണ്ടുപേരും വളരെ ഹാപ്പിയാണ്. പിछले दिनों की गिरने की बातें कहकर दोनों ने मज़ा उठा लिया और ഖൂബ് ഹസി. അപ്പോൾ എന്താണ്, ഇപ്പോൾ മുന്നേ ഈ സൈക്കിളും സ്കൂട്ടിയൊക്കെ പഠിക്കുന്ന സമയത്ത് വീണ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരിടക്കിടയ്ക്ക് എന്ത് ചെയ്യുമായിരുന്നു? സന്തോഷിച്ച് ചിരിച്ച് കളിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ കഥ ഇത്രയേ ഉള്ളൂ, ചെറിയ കഥയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ടൈമിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ക്ലാസ്സൊക്കെ ഡിലേ ആവുന്നത്. അപ്പോൾ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.